ഏത് പുതുപന്നാനിയിലെ ഈ ചീഞ്ഞളിഞ്ഞ ശവം. ഇത് കാന്തപുരത്തിന്റെ മുഖാവനല്ലേ പേരോടെ അല്ലേ? ഇനി തീർന്നില്ല. ഇനി ഇവര് ഈ സംഗീതവും മ്യൂസിക്കും കഥാപ്രസംഗവും ഞങ്ങളെ പരിപാടിയല്ല. ഇവർ ഈ ഹറാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണത് എന്താണ്? ഒരു കഥാപ്രസംഗം. അതിൽ മ്യൂസിക്കും ഇതൊക്കെ കൊടുത്തിട്ട് മൊനമ്പത്തെ ബീവിയുടെ മദ്ഹ് ഒരു കഥാപ്രസംഗമാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. കേട്ടോളീൻ. മനോഹരമായ ഭാഗത്ത് ജനവാസം നന്ന കുറവ്. മത്സ്യബന്ധനത്തിലൂടെ ഉപജീവനം കഴിക്കുന്ന സാധാരണക്കാരായ മുസ്ലിം ബഹുജനങ്ങൾ താമസിക്കുന്ന ഈ നാടിന്റെ മനോഹരമായ തീരത്തേക്കാണ് അത്ഭുതത്തിന്റെ അക്ഷയകനിയായ ബീവിയുടെ വിശുദ്ധ ജനാസ ഒഴുകിയെത്തുന്നത്. അറബിക്കടലിന്റെ പൊന്നോളങ്ങൾ ആ പുണ്യ ജനാസയെ വളരെ അതപോടെയാണ് തീരത്തേക്ക് അടുപ്പിക്കുന്നത്. മന്ദം മന്ദം തീരത്തേക്ക് ഒഴുകി വരുന്ന പുണ്യ ജനാസയെ കടൽ തീരം കയ്യേറ്റുവാങ്ങി. ഉലകത്തിന്റെ 1000 വർണ്ണപ്പൂത്തിരികൾ ഒരുമിച്ച് കത്തിയതുപോലെ കടൽ തീരം രോമാഞ്ചമണിഞ്ഞു. ഒരു കാലഘട്ടത്തെ മുഴുവൻ അനിതര സാധാരണമായ വ്യക്തിപ്രഭാവം കൊണ്ട് തങ്ങളിലേക്ക് ആവാഹിച്ച യുഗപുരുഷന്മാരെ പ്രസവിച്ച നാടാണിത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമും വെളിയങ്കോട് ഉമർ ഖാദിയും ഈ നാടിന്റെ മക്കളാണ്. കൂടാതെ മഹാനായ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ. ആ മഹാനുഭാവൻ തന്റെ പാദസ്പർശം കൊണ്ട് ഈ നാടിനെ ധന്യമാക്കിയിട്ടുണ്ട്. ഇതിഹാസങ്ങൾ ഉറങ്ങുന്ന ഈ പുണ്യനാട്ടിൽ മറ്റൊരു ഇതിഹാസത്തിന്റെ പൊൻതൂവൽ തുന്നിച്ചേർത്ത് വിളങ്ങുകയാണ് മഹതിയായ പുതുപന്നാനി മുനമ്പത്ത് ബീവി റളിയല്ലാഹു അൻഹാ. കേട്ടില്ലേ? മഹാനായ പുതുപന്നാനി മുനമ്പത്ത് ബീവി റളിയല്ലാഹു അൻഹാ. ഏത് ശവാദ് റളിയല്ലാഹു അൻഹാ നിനക്ക് ആരെ പഠിപ്പിച്ചെന്ന്? മാത്രല്ല അയ്യ മന്ദം മന്ദമ്മ തിരമാലകൾ ആ പുണ്യ ജഡത്തെ ഇങ്ങനെ ഏറ്റുവാങ്ങുകയാണ്. അപ്പൊ രോമാഞ്ചണിഞ്ഞ ഒച്ചങ്ങളാ കേട്ടത്. പേരോടിന് രോമാഞ്ചം ഉണ്ടായത് അല്ലേ? മാത്രല്ല നിങ്ങൾ എന്താ പറയല്? ഈ പെണ്ണിന്റെ ഊരെങ്കേ നാടെങ്കേ പേരെങ്കേ എന്താ അറിയോ? ഊരും പേരറിയില്ല, ശുഹ്റത്തൊട്ടും കുറവില്ല, ബഹുമാനർ നിറഞ്ഞുള്ള നാട് അത് വെളിയങ്കോട്ടും ഒരു കളി കുഞ്ഞിമരക്കാർ ഷഹീദോരും ബഹുമാനരൊക്കെ പെറ്റ നാട് എന്നാ ഞങ്ങളതിനെ പറ്റി പാടല്. ഊരും പേരും ഒന്നറിയില്ല. പിന്നെ എവിടുന്നാ ഈ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹാന്ന് കിട്ടിയത്? നോണ പറയേ ഇങ്ങനത്തെ പച്ചക്കള്ളം. എന്നിട്ട് നിങ്ങൾ തന്നെ പറയുമ്പോ പറയും ഞങ്ങള് ഇതൊക്കെ ഇവര് മുജാഹിദീങ്ങൾ വെറുതെ പറയാണ്. നിങ്ങൾ നോക്കൂ, ഇത് ഞങ്ങൾ ഈ പറയും പോലെ നിങ്ങളും പണ്ട് പറഞ്ഞതാ. ഇത് അജ്ഞാത ജഡാണ്. സുന്നി വേദി, സുന്നി വേദി ഇംഗ്ലീഷിൽ വായിക്കുമ്പോ സുന്നി വേദിന്നായിക്കോട്ടെ. എന്തായാലും ആ സുന്നി വേദിയില്, സുന്നി വേദിയില് കേട്ടോണേ, മുഖ്താർ മറുപടി പറയുന്നു. അതിൽ കേട്ടോളി. ഇനി ഞാൻ വായിക്കാം. മമ്പുറം നാഗൂര് പോലെ ഒരു കഴിഞ്ഞ സമാനിലുള്ള മഖ്ബറ അല്ല ഇത്. ഈ സമാനിൽ തന്നെയാണ് ഇതിന്റെ തുടക്കം. ഈ ബീവി ഒരു മഹദിയാണ് എന്നതിന് അടിസ്ഥാനപരമായ ഒരു തെളിവുമില്ല. 2 മരണപ്പെട്ട ജഡമാണ് അന്ന് കടലിൽ നിന്ന് കിട്ടിയത്. അതിൽ പുരുഷന്റേത് പോസ്റ്റ്മോർട്ടം നടത്തി മറമാടി. സ്ത്രീയുടെ ജഡത്തിന്റെ അടുത്തേക്ക് പോലും അടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ മലപ്പുറം അടുത്ത് കൂട്ടിലങ്ങാടി അടുത്തുള്ള പ്രദേശത്തെ ഒരു ഭിക്ഷയെടുത്തിരുന്ന വൃദ്ധരാണ് ഖബറ് പോലും കുഴിക്കാതെ അത് കുഴിച്ചു മൂടിയത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇപ്പോഴും ചിലപ്പോൾ വെളിയങ്കോട് ആ വൃദ്ധൻ ഉണ്ടാവാറുണ്ട്. ഇത്ര മാത്രമേ ബീവിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ സ്ത്രീയുടെ ചരിത്രം അറിയപ്പെടുന്ന ചരിത്രം. എന്നിട്ട് പറയണ്, നാം മേൽപ്പറഞ്ഞ കാര്യം പുതുപന്നാനി, പൊന്നാനി, വെളിയങ്കോട്, പാലപ്പെട്ടി, മാറഞ്ചേരി, കുണ്ടുകടവ്, പുത്തൻപള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്വേഷിച്ചാൽ അവിടുത്തെ മുജാഹിദുകൾ പറയുന്നല്ല, അവിടുത്തെ സുന്നികൾ തന്നെ പറഞ്ഞു തരും പേരോടെ. ഇങ്ങനത്തെ അജ്ഞാത ഷടാണ്, ഒരടിസ്ഥാനമില്ലാത്തതാണ്. പണ്ട് നിങ്ങൾ എഴുതി വരുമാനം കണ്ടപ്പോ നിങ്ങൾ കളം മാറ്റി ചവിട്ടിയതല്ലേ ഈ കണ്ടതൊക്കെ അല്ലേ? അപ്പൊ അങ്ങനത്തെ മാലിയും അങ്ങനത്തെ മൗലൂദും കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. മൊനമ്പത്ത് ബീവി എന്ന പേരിൽ എവിടെ നിന്നോ കിട്ടിയ ഒരു ശവം അടക്കം ചെയ്ത പുതുപന്നാനിയിലെ ആ ജാറം എന്നറിയപ്പെടുന്ന കെട്ടിടമില്ലേ, അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോ അത് അംഗീകരിക്കുന്നില്ല. നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ഒറ്റ
ഒറ്റ പോക്കങ്ങ് പോയതാണ്. ആ വിഷയത്തിൽ നിന്ന് തിരിച്ചു വരണേ. ആ വിഷയത്തെ പറ്റി ഇനിയും പറയണം. നിങ്ങൾ ജാറം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? മൊനമ്പത്തി ബീവിയുടേതെന്ന് പറയപ്പെടുന്ന ആ സ്ഥലം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ സമുദായത്തോടൊന്ന് പറഞ്ഞേ പറ്റൂ. കാരണം നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓരോന്ന് തള്ളുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ കാര്യങ്ങളും നാദാപുരത്ത് വന്നിട്ട് തള്ളുകയാണ്. എന്തൊക്കെ തള്ളി? നിങ്ങൾ പലതും നിങ്ങൾ തള്ളിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. മൗലിദ് കിതാബിൽ നിങ്ങൾ തന്നെ ഇത്രയും കാലം കൊണ്ട് നടന്നിരുന്ന സിദ്ദീഖ് മൗലൂദിലെ പല കഥകളും നിങ്ങൾ തള്ളിപ്പോയില്ലേ? നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ? അതിലെ പല പരാമർശങ്ങളും നിങ്ങൾക്കിപ്പോ അംഗീകരിക്കാൻ കഴിയില്ല അല്ലേ? ഇതിലാണ് പറയുന്നത്, ഒരു സ്ത്രീ ഒരു സ്വപ്നം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്ന് പറഞ്ഞപ്പോ നബി തങ്ങള് നിന്റെ ഭർത്താവ് മടങ്ങി വരൂ, നിന്റെ ഭർത്താവ് മടങ്ങി വരൂല, നീ ഒരിക്കലും ഭർത്താവിന്റെ കൂടെ ജീവിക്കൂല എന്ന് പറഞ്ഞു പോലും. എന്നിട്ടോ അതേ സ്ത്രീ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരമൊന്നും പറയാതെ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു പോലും മടങ്ങി വരൂ. എന്നിട്ടോ ആ സ്ത്രീയുടെ ഭർത്താവ് മടങ്ങി വരികയും ചെയ്തു. വരികയും ചെയ്തിട്ട് അതുകൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ അതിനെന്തെങ്കിലും വ്യാഖ്യാനങ്ങളൊക്കെ പറയാൻ പണ്ഡിതന്മാർ ചിലപ്പോൾ പറഞ്ഞെന്ന് വരാം. എന്നാൽ അതിന്റെ ശേഷം പിന്നെ പറയുന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് വന്നിട്ട് ഈ സ്ത്രീ ഈ വിഷയം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ വിഷമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതിനെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. അപ്പൊ ജിബ്രീൽ പറഞ്ഞു പോലും എന്ത്, അത് സിദ്ദീഖുൽ അക്ബറിന്റെ നാവുമ്മല് കള്ളത്തരം വരുന്നത് അല്ലാഹ് രജിച്ചു. അപ്പൊ നബി എന്റെ നാവുമ്മല് കളവ് വന്നാൽ ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ധരിപ്പിക്കുന്ന വാചകം ഇതും ഒരു നിലക്കും സഹീഹായി വരാൻ സാധ്യതയുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും കടത്തിക്കൂട്ടിയ കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ തോന്നിവാസം പറയേണ്ടതില്ല എന്ന് വ്യക്തമായി തന്നെ പറയുകയാണ്. എവിടെ നിന്നാണ് ഈ മാറ്റമുണ്ടായത്? എങ്ങനെയാണ് ഈ മാറ്റമുണ്ടായത്? പലതും നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, വളരെ കൃത്യമായി തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാം അന്ന് പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. ഇന്നലെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മജ്മഉൽ ബഹ്റൈനിലേക്ക് പോയപ്പോ ഖിളർ അലൈഹിസ്സലാമിന്റെ കൂടെ നടന്നപ്പോ മറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടറിഞ്ഞില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിന്റെ മറുപടി ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാര് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല എന്ന് വ്യക്തമായി എഴുതിയതാണ്. ഇവിടെ പലവരും വിശദീകരിച്ചതാണ്. നിങ്ങൾ പിന്നെ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞപ്പോ തെളിവുകൾ കൊട്ടക്കണക്കിന് നിരത്തിയിട്ടുണ്ട്. മറുപടി നിങ്ങൾ പറഞ്ഞേ പറ്റൂ. എന്തേ വെല്ലുവിളിയുടെ ചൂടും ചുണയുമൊന്നും ഇതൊന്നും പറയുമ്പോ കാണാത്തത്? ഇതൊന്നും പറയുമ്പോ എന്തേ നിങ്ങൾക്ക് ആ ശൗര്യം വരാത്തത്? അതൊന്ന് തെളിയിക്കണേ. ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഖബറുകൾ അതിനു മീതെ ആ നിലക്കുള്ള മസ്ജിദുകൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച്, ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഗൗരവം ഓർമ്മപ്പെടുത്തിയിട്ട് അത് പൊളിച്ചു കളയാൻ നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തല്ലോ. ആരെയും ഈ ഭൂമിയിൽ മരിച്ചു കഴിഞ്ഞാൽ ഖബർ ഉണ്ടാക്കിക്കൂടാ എന്ന് ഇസ്ലാമിൽ നിയമമില്ല കേട്ടോ. ഖബറിനെ അല്ല എതിർക്കുന്നത്. എന്താ ഖബർ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ മറമാടണ്ടേ? ആ മറമാടുമ്പോ ഇസ്ലാമിൽ ഒരു നിയമമില്ലേ, ഒരു ചാൺ ഉയർത്തണം. അത്തരത്തിലുള്ള സർവ്വ ഖബറും തട്ടിക്കളയണം എന്നല്ല പറഞ്ഞത്. അതേ അവസരത്തിൽ ഇസ്ലാം പഠിപ്പിച്ച നിയമത്തിനെതിരായി ഉയർത്തിയിട്ടുള്ള ഖബറുകൾ അത് ഇസ്ലാമികമായി നിർദ്ദേശമുള്ളതാണ്. അവിടെ എടുപ്പെടുക്കുന്നതിനെ സംബന്ധിച്ചും
ഉയർത്തുന്നതിനെ സംബന്ധിച്ചും സിമന്റ് ഇടുന്നതിനെ സംബന്ധിച്ചും കുമ്മായമടിക്കുന്നതിനെ സംബന്ധിച്ചും വിളക്ക് കൊളുത്തുന്നതിനെ സംബന്ധിച്ചും കൊടിതോരണങ്ങളും അതുപോലെ തന്നെ പൂമൂടലും പട്ടുമൂടലും അങ്ങനെ എന്തെല്ലാം അനിസ്ലാമികമായ കാര്യങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പൊളിക്കണം എന്ന് പറയുമ്പോ